ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ ചായയുടെ പരിപാടികളൊന്നുമില്ല, പക്ഷേ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ വരുന്നത്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എല്ലാം മഴയാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെ നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, എല്ലായിടത്തും മഴയാണ്. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകാമല്ലോ. അപ്പം നമ്മളിന്ന് ഉച്ചക്കത്തെ ലഞ്ചിനുണ്ടാക്കുന്ന ചെമ്മീനും മാങ്ങയും ഒരു ഒഴിച്ചുകറി പോലെ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മാങ്ങ എടുത്തു, അതുപോലെ തന്നെ ചെമ്മീൻ എടുത്തു. അതിലേക്ക് നമ്മൾ പച്ചമുളക്, സവാള ഒക്കെ ഇട്ടിട്ട് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുന്നു. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്രയും മസാലാസ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നു. അതിൻ്റെ കുറച്ച് സമയം നമ്മൾ വെക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ചെമ്മീനും മാങ്ങ കറിയൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റാണ് ചെമ്മീനും മാങ്ങയും കറി വെച്ചത്. ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലും ചക്കക്കുരു കൂടെ കറി വെച്ചാലും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള താളിക്കാൻ വേണ്ടി കടുക് പൊട്ടിക്കണം. അപ്പോൾ കടുക് ഇട്ടു, എണ്ണ ഒഴിച്ചു, കടുകിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ശേഷം നമ്മളതിലേക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം തണുക്കാനായിട്ട് വയ്ക്കുക. തണുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പരൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തെടുക്കാൻ നോക്കിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുന്നു. എന്നിട്ട് നമ്മളത് ഓയിലിട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുഴമീനൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം പറഞ്ഞ കണക്കിന് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല തിരുമ്മി വെച്ച മീനെടുത്ത് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കൊണ്ടാട്ടമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അത് എണ്ണ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞാലാണ്, അല്ലെങ്കിൽ നല്ല എരിവുണ്ടായിരിക്കും. ചില മുളകിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ആവശ്യത്തിന് ചോറെടുത്ത് അതിലേക്ക് ചെമ്മീനും മാങ്ങയും നമ്മുടെ കൂട്ടാനും അതുപോലെ തന്നെ മീൻ വറുത്തതും അതുപോലെ കൊണ്ടാട്ടമുളകും വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണ് റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തൊക്കെയാണ് ഇന്ന് കറി വെച്ച്, എന്തായിരുന്നു ലഞ്ച് എന്നൊക്കെ ഉള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.